ഗസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ആദ്യമായിട്ട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഹമാസിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വെടിനിർത്തൽ ഉണ്ടാകണമെന്നാണ് ഈ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ എടുക്കുന്ന നിലപാട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ദാവൂദ് സർ എന്താ വിചാരിക്കുന്നത്? അപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അത് സാധ്യമല്ലെന്ന് അവർക്കും ഹമാസിനും അറിയാം. അല്ല, അതിൽ യൂറോപ്യൻ യൂണിയൻ്റെ പ്രമേയം സീസ് ഫയർ, വെടിനിർത്തൽ വേണമെന്നുള്ള പ്രമേയം, അവരങ്ങനെ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് വെടിനിർത്തൽ വരാനൊന്നും പോകുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനും അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതേ യൂറോപ്യൻ യൂണിയനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ യുദ്ധം തുടങ്ങി 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം അവരുടെ കമ്മ്യൂണിക്കേഷൻ ഹെഡ് ട്വിറ്ററിൻ്റെ CEO, ട്വിറ്ററിൽ ഇപ്പോൾ എന്താണ് എക്സിൻ്റെ CEOക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ഇതേ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഈ ഫലസ്തീൻ കണ്ടൻറ്റുകൾ കൂടുന്നുണ്ട്, അത് നമ്മുടെ നാട്ടിലൊക്കെ ആൻറ്റി സെമൈറ്റിസം ഉണ്ടാക്കും, മറ്റേ പ്രശ്നമാവും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് എക്സിന് കത്തയക്കുന്നുണ്ട്. എന്താ സംഭവം അറിയോ? ഈ ഗസയിൽ ഇവരിങ്ങനെ ബോംബിടുന്നു, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. ആദ്യ ദിവസങ്ങൾ ശ്രദ്ധിക്കണം. ദിവസവും 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന ആ സമയത്ത് അത്തരം വീഡിയോസ് എക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ധാരാളമായി വരുമ്പോൾ അത് കുറക്കണം എന്നാവശ്യപ്പെട്ടിട്ട് കത്തയച്ച ടീമാണ് യൂറോപ്യൻ യൂണിയൻ. മനസ്സിലാക്കണം. അവരിപ്പോൾ സീസ് ഫയർ വേണം എന്നൊരു പ്രമേയം പാസ്സാക്കണമെങ്കിൽ അതൊരു ഷിഫ്റ്റാണ്. അത് ഈ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റിൻ്റെ സൂചനയാണ്. രേഷ്മ പറഞ്ഞത് ഈ പ്രമേയത്തിൽ ഇങ്ങനൊരു ക്ലോസ് കൂടെ വെച്ചിട്ടുണ്ട്. എന്ത്? ഡിസ്ബാൻഡിൽ ഹമാസ് എന്ന് പറയുന്ന അത് ആ ക്ലോസ് വരാൻ ഇതിൻ്റെ വേർഡിങ്സ് പൂർത്തിയാക്കാൻ നല്ല സമയം എടുത്തിട്ടുണ്ട് ഈ പ്രമേയത്തിൻ്റെ. കാരണം രണ്ട് ഭാഗത്തും ഭയങ്കരമായുള്ള ആർഗ്യുമെൻറ്റ്സ് വരുന്നു. ദിവസം മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഈ പ്രമേയത്തിൻ്റെ വേർഡിങ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ആർഗ്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള അതർ ടീമിനെ കൂടെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനൊരു ഇത് കൂടെ ഈ പ്രമേയത്തിൽ വരികയാണ് ചെയ്യുന്നത്. ഹമാസിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പ്രമേയം പാസ്സാക്കിയിട്ട് അതും സംഭവിക്കാൻ പോകുന്നൊരു കാര്യമല്ല. അത് അവിടുത്തെ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഫലസ്തീനികൾക്ക്. ആ ഫലസ്തീനികളാണ് തീരുമാനിക്കേണ്ടത് ഹമാസ് വേണോ അല്ലെ വേറെ ആരും വേണോ എന്നുള്ളത്. അത് പുറത്തുള്ളൊരു ഏജൻസി അതിൽ അഭിപ്രായം പറയുന്നതിൽ തന്നെ കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം പാസ്സാകുമ്പോൾ BJP തോൽപ്പിക്കണം, എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നത് പോലത്തെ ഫൂളിഷായിട്ടുള്ളൊരു ഐഡിയ ആണ്. എനിവേ, യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ പ്രമേയം പാസ്സാക്കി എന്നുള്ളത് നോക്കൂ. ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന മറ്റ് വാർത്തകൾ, അമേരിക്കയും എല്ലാ ദിവസവും ഇപ്പം അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആവട്ടെ, ഈ വൈറ്റ് ഹൗസ് വക്താവട്ടെ, ബൈഡൻ ആവട്ടെ, അവർക്ക് എല്ലാ ദിവസവും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, പെർമനൻറ്റ് പീസ് വേണമെങ്കിൽ 2 സ്റ്റേറ്റ് വേണം, ഈ നിലക്കുള്ള പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ നിങ്ങൾ ഇത്രയും ദിവസം വിചാരിച്ചത് എന്താണ്? ഈ നിങ്ങളുടെ കയ്യിലുള്ള ടാങ്കും മിസൈലും യുദ്ധവിമാനങ്ങളും മഹാഭീമാകാരൻ ബോംബുകളും ഉപയോഗിച്ച് ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യ ബോധത്തെ, അവരുടെ ഇച്ഛാശക്തിയെ, അവരുടെ പോരാട്ട വീര്യത്തെ, അവരുടെ സമരസന്നദ്ധതയെ അതിനെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിച്ച മഹാവിഡ്ഢികളായിരുന്നു ഇവരെല്ലാവരും. അത് നടക്കില്ല എന്ന് 100 ദിവസം കൊണ്ട് ഫലസ്തീനികൾ, ഗസയിലെ മനുഷ്യർ, ഗസയിലെ അസാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഒരുപക്ഷെ നമ്മളൊന്നും ഒരു കാലത്ത് ഒരു നോവലിൽ പോലും, ഏറ്റവും ഭാവനാത്മകമായ കഥകളിൽ പോലും കേട്ടിട്ടില്ലാത്ത വിധം ചെറുത്തുനിൽപ്പിൻ്റെ മഹാ ഇതിഹാസങ്ങൾ രചിച്ചിട്ടുള്ള ആ നാട്ടിലെ മനുഷ്യർ അവർ തെളിയിച്ചു. ലോകമേ, സാമ്രാജ്യത്വ ശക്തികളെ, നിങ്ങൾ എന്തു ചെയ്താലും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന് അവർ തെളിയിച്ചു. 100 ദിവസം അവർ നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ, മനുഷ്യഭാവനയിൽ ഒരാൾക്കും സങ്കല്പിക്കാൻ പറ്റാത്ത ചെറുത്തുനിൽപ്പാണ്. അപ്പോൾ ഇത് അവിടെ മാത്രമല്ല സംഭവിക്കുന്നത്, ഇതിനോട് മനുഷ്യ സമൂഹം പ്രതികരിക്കുകയാണ്. ആരാണ് പ്രതികരിക്കുന്നത്? ഇത് ടിക്ടോക്കിൽ സമയം കളയുന്നു എന്ന് നമ്മൾ പരിഹസിക്കുന്ന, നമ്മൾ ചീത്ത പറയുന്ന അമേരിക്കയിലെയും യൂറോപ്പിലെയും സ്കൂളിലെയും കോളേജിലെയും പിള്ളേരാണ്. അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ജാരദ് കുഷ്ണർ സൗദിയിൽ വന്ന് പ്രസംഗിച്ചത് എന്താ അറിയോ? ഒരു ജൂതന് സൗദി ഈസ് സേഫർ ദാൻ അമേരിക്കൻ ക്യാമ്പസസ് എന്നാണ്. അങ്ങനെയുള്ള പ്രസംഗിക്കാൻ കാരണം എന്താണ്? അമേരിക്കൻ ക്യാമ്പസിൽ എല്ലാ ദിവസവും പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇപ്പം ബൈഡൻ്റെ പ്രസംഗങ്ങൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അങ്ങയുടെ ഇലക്ഷൻ ഇതിൻ്റെ പ്രൈമറി ഇതിൻ്റെ ഭാഗമായിട്ട്.
എവിടെ പോയി പ്രസംഗിച്ചാലും പ്രസംഗം തുടങ്ങുമ്പോൾ എന്താണ്, ഹാളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ആരാണ്? ചെറുപ്പക്കാർ, അവിടുത്തെ കോളേജ് പിള്ളേർ. സീസ് ഫയർ നൗ എന്ന് പറഞ്ഞിട്ട് ഹൗ മെനി ബോഡീസ് യു വാണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ മുദ്രാവാക്യം വിളിക്കുന്നു, ഹക്കൾ ചെയ്യുന്നു, പ്രസംഗം തടസ്സപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഈ പുതിയ തലമുറ, അമേരിക്കയിലെയും യൂറോപ്പിലെയും പുതിയ തലമുറ, അവരുടെ വൃദ്ധ നേതൃത്വത്തിന് മനസ്സിലായിട്ടില്ലെങ്കിലും അവരിതിനോട് ഇത് ഇൻറ്റേർണലൈസ് ചെയ്യുന്നുണ്ട്. ഗസയിലെ മനുഷ്യർ, അവരുടെ ദുരിതം, അവരുടെ പോരാട്ട വീര്യം, അവരുടെ സ്വാതന്ത്ര്യബോധം, ഇത് ലോകമാകെ പടർന്നൊരു വികാരമായി മാറിക്കഴിഞ്ഞു. അതങ്ങനെ അപ്പോൾ ഹമാസിനെ ദുർബലപ്പെടുത്താനാണ്, ഹമാസിനെ ഇല്ലാതാക്കാനാണ് ഈ യുദ്ധം എന്നാണല്ലോ നെതന്യാഹു പറഞ്ഞത്. നെതന്യാഹുവിൻ്റെ 3 ലക്ഷ്യങ്ങളിൽ ഒന്നതാണല്ലോ. എന്താ സംഭവിച്ചത്? ഹമാസ് ഒക്ടോബർ 7 മുമ്പുള്ളതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ഒരു ഫോഴ്സായി മാറിക്കഴിഞ്ഞു, 10 മടങ്ങ് പിന്തുണയുള്ള ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു. അതുമാത്രമല്ല, മറ്റു നിലക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികളുണ്ട്. പ്രത്യേകിച്ച് നോക്കൂ, യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് ഒരു യുദ്ധം കണ്ടിട്ടില്ല. യൂറോപ്പിൻ്റെ മണ്ണിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ റഷ്യ വാർ എന്ന് പറഞ്ഞാൽ വെളുത്ത തൊലിയും സ്വർണ്ണ തലമുടിയും എന്താണ് നീല കണ്ണുമുള്ള അഭയാർത്ഥികൾ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായിരിക്കുകയാണ്. ഇതാണ് അവർക്ക് അഭയാർത്ഥികളും ആഫ്രിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും അഭയാർത്ഥികൾ ഉണ്ടാക്കാനല്ലാതെ അഭയാർത്ഥികൾ യൂറോപ്പിലുണ്ടാകുന്നവർ കണ്ടിട്ടില്ല. അപ്പോൾ യുക്രൈൻ യുദ്ധം ഉണ്ടാക്കിയ അതിൻ്റെ എന്താ പറയുക ആഫ്റ്റർ ഷോക്ക്, അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ അവിടെയുണ്ട്. അവരുടെ എക്കണോമി അത് ഉലയ്ക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ ഗസയിൽ ഇത് കൂടെ വന്നിരിക്കുന്നത്. ഗസയിൽ ഈ സംഭവത്തെ തുടർന്ന് ഹൂത്തികൾ നടത്തിയിട്ടുള്ള ഇടപെടൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ആരെയാണ്? യൂറോപ്പിനെയാണ് ബാധിക്കുന്നത്. യൂറോപ്പിലേക്കുള്ള ട്രേഡ് റൂട്ടാണത്. ഏഷ്യ പാസഫിക്കിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടാണത്. അവിടെയാണ് ചെക്ക് പോസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരാദ്യം വിചാരിച്ചിരുന്നത് നമുക്ക് 2-3 ദിവസം കൂടി പരിപാടി തീർക്കാം, ഇവരെല്ലാം ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. യുദ്ധം ഞങ്ങളുടെ മുറ്റത്തെത്തിയിരിക്കുന്നു, ഞങ്ങളുടെ ട്രഷറികളിൽ എത്തിയിരിക്കുന്നു എന്നവർ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് കൂടെയാണ് ഇങ്ങനെ ഒരു പ്രമേയത്തിന് കാരണം. ആ തിരിച്ചറിവിന് അവരെ പ്രാപ്തരാക്കിയത് അവരുടെ ഉയർന്ന മാനുഷിക വികാരമോ ജനാധിപത്യ ബോധമോ പുരോഗമന വാജ്ഞയോ ഒന്നുമല്ല, ഗസയിലെ മനുഷ്യർ നടത്തിയ ധീരോദാത്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ്. അജിംസ് എന്ത് കരുതുന്നു? എന്താണ് ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഈ ഒരു ഇടപെടലിന് അവരെ പ്രേരിപ്പിക്കുന്നത്? എന്താണ്? നമ്മൾ ഇന്ത്യയിലെ ഈ പൊതുബോധ നിർമ്മിതിയിൽ സാമൂഹിക മാധ്യമങ്ങളും അതുപോലെ ഈ ഫോൾസ് പ്രൊപ്പഗണ്ടയും സൃഷ്ടിക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് നിരന്തരം ഇവിടെ സംസാരിക്കാറുണ്ടല്ലോ. തെറ്റായ കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക, ആളുകൾ തെറ്റായ കാര്യങ്ങൾ വിശ്വസിക്കുക, അത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ ഏറ്റവും വലിയ പ്രോട്ടോടൈപ്പാണ് യൂറോപ്പിൽ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നത്. അതായത് ഇത്രയും വിദ്യാസമ്പന്നരായ പ്രോഗ്രസീവ് മെൻറ്റാലിറ്റിയുള്ള ലോകത്തെ ഏറ്റവും പുരോഗമന സമൂഹമെന്ന് സ്വയം മേനിയടിക്കുന്ന യൂറോപ്യന്മാർ ഈ ആൻറ്റി സെമിറ്റിസത്തിൻ്റെ മറവിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ 8 പതിറ്റാണ്ടായി ഇസ്രായേൽ എന്ന് പറയുന്നൊരു നിയമവിരുദ്ധ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെയാണ് അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് ആ വിവരങ്ങളില്ലാത്തതുകൊണ്ടാണോ? ഇപ്പോൾ യൂറോപ്പിലെ പൊളിറ്റീഷ്യൻസിനോ നയതന്ത്ര പ്രതിനിധികൾക്കോ അവിടുത്തെ അക്കാഡമിക് മേഖലയിലുള്ളവർക്കോ ഇതൊന്നും ഈ വിവരങ്ങളില്ലാത്തതുകൊണ്ടാണോ? അല്ലല്ലോ. അവരെങ്ങനെയാണ് ഈ ആൻറ്റി സെമിറ്റിസം എന്ന ഒരൊറ്റ വാക്കിൻ്റെ മറവിൽ അത് ഇസ്രായേലുമായി ചേർത്തുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു യുക്തി, അതിൻ്റെ ഒരു റീസണിങ് നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം കൂടി നോക്കണം. ഈ ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള ഇസ്രായേലിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഇസ്രായേലുകളായ നിലവിലുള്ള ഇസ്രായേലുകളായ സിയോണിസ്റ്റ് ജ്യൂസ് അവരെവിടെ നിന്നാണ് വന്നത്? അവരൊന്ന് യൂറോപ്പിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അവിടേക്ക് വന്ന് യൂറോപ്പിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയൻ മുതൽ അതുപോലെ പോളണ്ട്, ഇറ്റലി, UK എന്ന് തുടങ്ങിയ സെർബിയ അങ്ങനെ തുടങ്ങിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് ഇസ്രായേലിലുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഈ ഹിറ്റ്ലർ ഈ ജൂതവംശജരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലം ജനസൈഡ് നടന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു പെട്ടെന്ന് ഹിറ്റ്ലർ അധികാരത്തിൽ നിന്ന് നടപ്പാക്കിയ ഒരു വംശഹത്യാ പദ്ധതി അല്ലാതെ അതിന് നൂറ്റാണ്ടുകളുടെ യൂറോപ്യൻ ചരിത്രമുണ്ട്. അത് നമ്മൾ എവിടെ വായിക്കാൻ പറ്റും? മർച്ചൻ്റ് ഓഫ് വെനീസ് തൊട്ട് വായിക്കാൻ പറ്റും. വില്യം ഷേക്സ്പിയറിൻ്റെ നോവലുകൾ നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണല്ലോ. ഷൈലോക്ക്. ആരാണ് ഷൈലോക്ക്? ഷൈലോക്ക് എന്ന് പറഞ്ഞൊരു ജൂ ആണ്. എന്തുകൊണ്ടാണ് അയാളൊരു വില്ലനായിട്ട് വില്യം ഷേക്സ്പിയർ ചിത്രീകരിച്ചത്? അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? രേഷ്മ പഠിച്ചതല്ലേ? ഷൈലോക്ക് പണം പലിശ കൊടുക്കുന്നു. അതിപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഗോകുലം ഗോപാലം കൊടുക്കുന്നുണ്ട്, കൊശമറ്റം ഫിനാൻസിയേഴ്സ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ വില്ലന്മാരാണോ?
അയാൾ എന്താണ് ചെയ്തത്? സ്വന്തം മകൾ വേറൊരാളോടൊപ്പം, ഒരു ഇതര മതസ്ഥനായ ഒരാളോടൊപ്പം ഒളിച്ചോടി പോകാൻ പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ എല്ലാ പുരോഗമനവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യൂറോപ്പിലെയും പുരോഗമനവാദികൾ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ഷൈലോക്ക് വില്ലനാവുന്ന, അറുത്ത് കൈക്ക് ഉപ്പ് തയ്ക്കാത്ത ആളാവുന്നത്? അത് അയാൾ ജൂതനായതുകൊണ്ടാണ്. അപ്പോൾ ഈ മെൻറ്റാലിറ്റി ഷേക്സ്പിയറിൻ്റെ കാലം മുതലുണ്ട്. അതിൻ്റെ ഒരു എപ്പിറ്റോമിലെത്തുകയാണ് ഹിറ്റ്ലറിൻ്റെ കാലത്ത് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ജ്യൂസിനെ എക്സ്പെൽ ചെയ്യുന്ന ആ ഘട്ടം വരെ അതിൽ യൂറോപ്പിന് വലിയ പങ്കുണ്ട്. അവരാണ് അതിൽ കുറ്റവാളികൾ. എന്നിട്ട് അവർ ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ആ പ്രശ്നം പരിഹരിക്കുന്നത് വേറെ ആരാൻ്റെ പറമ്പിൽ പോയി അത് അവിടെ മാന്തി അവിടെ ഒരു രാജ്യം ഉണ്ടാക്കി അവിടുത്തെ ആൾക്കാരെ ആട്ടി പുറത്താക്കി അവിടെയുള്ള 8 പതിറ്റാണ്ടായിട്ട് അവിടെയുള്ള ആളുകൾ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആർക്കാണ്? യൂറോപ്പിനാണ്. ആ യൂറോപ്പാണ് ഇന്ന് വെടിനിർത്താൻ പറയുന്നത്. അപ്പോൾ അതിൽ വലിയ ക്രൂരമായ തമാശയുണ്ട് അതിൽ. ആ വെടിനിർത്തൽ പ്രമേയത്തിൽ വെടിനിർത്തൽ ഹമാസിനെ എന്താണ് ഡിസ്മാൻഡിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി വലിയ ചർച്ച നടന്നു. അത് കൺസർവേറ്റീവ് പക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ അത് കുത്തിക്കയറ്റണം, അതിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചർച്ച നടന്നു. അവസാനം അതിലേക്ക് തിരികെ കയറ്റുകയാണ് ഉണ്ടായത്. അതിലും വലിയ തമാശയാണ്. ഹമാസിനെ തീർക്കാനാണ് ഈ 100 ദിവസമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്താണ് അവർ നേടിയത്? എന്താണ് നേടിയതെന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്നലെ ഈ വാർ ക്യാബിനറ്റിൽ ഇന്നലെ വലിയ തർക്കമാണ്. അവിടെ ഒരാൾ ചോദിക്കുന്നത് എവിടെയാണ് ഹമാസിനെ ഇല്ലാതാക്കിയതെന്ന് നെതന്യാഹുവിനോട് ചോദിക്കുന്നു. നെതന്യാഹുവിനെ പറ്റി അമേരിക്കയിൽ വൈറ്റ് ഹൗസ് വക്താവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇസ്രായേൽ നോർത്തേൺ സൈഡിൽ എന്താണ് ആക്രമണം കുറച്ചിട്ടുണ്ട്. ആ ആക്രമണം കുറച്ചതിൻ്റെ തോത് തെക്കൻ ഗസയിലും കാണാനുണ്ട്. അതായത് ആക്രമണം കുറച്ചു എന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് ഇസ്രായേലിനെ പറ്റി പറയുന്നത്. ഇവിടെ നെതന്യാഹു എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻറ്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഓരോ ദിവസവും. എന്ത് ഇൻറ്റൻസിഫൈ ചെയ്യുന്നു? അത് വളരെ ഒരുതരം ക്രൂരമായ കോമഡിയായി ഇപ്പോൾ ഇസ്രായേൽ ഗസ വാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലും വലിയ കോമഡിയാണ് ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഈ പ്രമേയം. അത് അച്ചടിച്ച കടലാസിൻ്റെ വില പോലും ആ പ്രമേയത്തിന് ഇല്ല എന്നേ പറയാനുള്ളൂ. തീർച്ചയായും ഇത്രയും നൂറ്റാണ്ടുകളോളം ഈ പ്രശ്നമുണ്ടായിട്ടും ഇതിൽ മൗനിയായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അവരൊക്കെ ഈ വിഷയം ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ ലോകം ഇതെല്ലാം കാണുന്നുണ്ട്. ഫലസ്തീൻ എന്തിനു വേണ്ടി പോരാട്ടം നടത്തുന്നു, ഗസയിലെ മനുഷ്യർ മരിച്ചു വീഴുന്ന അടക്കമുള്ള കാഴ്ചകൾ ലോകത്തിന് മുന്നിലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ ഇടത്തും ലോകത്തിൻ്റെ ഓരോ മൂലയിലും ഗസയ്ക്ക് വേണ്ടി പോരാടാൻ, ഗസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തെരുവിലിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കാലത്തിൻ്റെ പ്രതീക്ഷ. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.